ഒക്ടോബർ 20 വിശുദ്ധ ബെർട്ടില്ല മേരി ബൊസ്കാർഡിന്റെ തിരുനാളിൽ ആഗോള സഭ. വിശുദ്ധ ഡൊറോത്തിയുടെ അധ്യാപകർ അഥവാ തിരുഹൃദയത്തിന്റെ പുത്തിരിമാറെന്ന സന്യാസ സഭയിലെ ഒരു അംഗമായ ബെർട്ടില്ല വടക്കേ ഇറ്റലിയിൽ ബ്രെന്റോളോ എന്ന സ്ഥലത്താണ് ജനിച്ചത്. ജ്ഞാനസ്നാന നാമം അന്ന ഫ്രാൻസിസ് എന്നായിരുന്നു. അനേറ്റ എന്നായിരുന്നു അവളെ വിളിച്ചിരുന്നത്. ഗ്രാമീണ വിദ്യാലയത്തിൽ പഠിക്കുന്ന സമയത്ത് സ്വഭവനത്തിലും സമീപ ഭവനത്തിലും വീട്ടുവേലക്കാരിയായി അവൾ ജോലി ചെയ്തിരുന്നു. പ്രകൃതിയ ശക്തിയായിരുന്നു അനേറ്റ. സ്ഥലത്തെ ഒരു വൈദികൻ ഡോൺ കപ്പോവില്ല അവളെ ദൈവം വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വികാരിയച്ഛൻ ഡ്രോൺ ഗ്രേസ് ചിരിച്ചിരുന്നു. എങ്കിലും അദ്ദേഹം അടുത്ത ഒരു മഠത്തിൽ ചേരാൻ അവളെ ശുപാർശ ചെയ്തു. മഠത്തിലേക്ക് അവളെ അവർ എടുത്തില്ല. എങ്കിലും 16-ാമത്തെ വയസ്സിൽ വിശുദ്ധ ഡൊറോത്തിയുടെ സഹോദരി സംഘത്തിൽ അവൾക്ക് പ്രവേശനം ലഭിച്ചു. ബെറ്റില്ല എന്ന പുതിയ പേരും സ്വീകരിച്ചു. ഒരു വർഷം മഠത്തിലെ അലക്ക്, കുശിനിപ്പണി മുതലായവ ചെയ്തു. പിറ്റേ വർഷം ടൊവിസോയിൽ ഉണ്ടായിരുന്ന മഠം വക ആശുപത്രിയിൽ നഴ്സിംഗ് പഠിക്കാൻ ആരംഭിച്ചു. എങ്കിലും കുറെ കാലം കൂടി കുശിനിപ്പണി തന്നെ ചെയ്യേണ്ടി വന്നു. കുറെ കഴിഞ്ഞ് അവൾ ആശുപത്രി ജോലിയിൽ നിയുക്തയായി. താമസിയാതെ രോഗിണിയുമായി. 22-ാമത്തെ വയസ്സു മുതൽ മരണം വരെ കഠിന വേദന അനുഭവിക്കേണ്ടതായി വന്നു. ശസ്ത്രക്രിയകൾക്കൊന്നും അവളുടെ വേദന ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. ബെർട്ടില്ല ലിസ്സീവിലെ കൊച്ചുത്രേസ്യയുടെ കുറുക്കുവഴിയിൽ കൂടെയാണ് നടന്നിരുന്നത്. ആരോഗ്യം മോശവും ബുദ്ധിശക്തി സാധാരണവും കഴിവുകൾ കുറവുമായിരുന്നെങ്കിലും പ്രായോഗിക വിവേകത്തിൽ ഉയർന്ന നിലവാരം അവൾ പാലിച്ചിരുന്നു. അനുദിന കൃത്യങ്ങൾ ശരിയായി നിർവഹിച്ച് അവൾ പുണ്യമാർഗത്തിൽ ചലിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1951 അവളെ അനുഗ്രഹീതയെന്നും 1952 വിശുദ്ധയെന്നും നാമകരണം ചെയ്തു. വിശുദ്ധ ബെർട്ടില്ല മേരി ബൊസ്കാർഡി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.